നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചാപ്റ്ററിന് ഇന്നത്തേന്നല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തേന്ന് ഞാൻ എപ്പോഴും പറയുന്നു, അതല്ല ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11ാമത്തെ ചാപ്റ്ററിൻ്റെ ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടൻ്റായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെയും പറയുന്നത് നിങ്ങൾ ഏകദേശം പോയിന്റുകളെല്ലാം തന്നെയും ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വരാജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ആരുടെ ബുക്കിൻ്റെ പേരാണ് എന്നുള്ളത് നമുക്ക് 1 മാർക്കിനോളം ചോദിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരുത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഇതെല്ലാം മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു A+ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റുകളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളതെല്ലാം ടെക്സ്റ്റിലേക്ക് അടയാളപ്പെടുത്തിയത് വീണ്ടും പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഏകദേശം ഇന്ന് 11ാമത്തെ ചാപ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആവുന്നു. നെക്സ്റ്റ് അടുത്ത ടൈമിൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ മറ്റ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ അടുത്ത ചാപ്റ്ററുമായിട്ട് വരും. അതിന് തൊട്ട് മുന്നേ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി, എന്താണ് നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തം എന്നുള്ളതാണ്. The all societies and the government have the political theories. എല്ലാ ഗവൺമെൻറ്റുകൾക്കും എല്ലാ സമൂഹങ്ങൾക്കും ഒരു രാഷ്ട്രീയ സിദ്ധാന്തമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ ഏതൊരു ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഏതൊരു സമൂഹം എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമുക്ക് രാഷ്ട്രീയ സിദ്ധാന്തമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. They influence the rulers and the citizens. അവ ഭരണാധികാരികളെയും പൗരന്മാരെയും എല്ലാം തന്നെയും സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. They extra considerable influence on the decision making and the policy formulation. നയരൂപീകരണത്തിൽ തീരുമാനം എടുക്കുന്നതിലും നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങൾ ചെലുത്തുന്നതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ whether we like it is or not, it is a fact that a political theory is a reality in our life. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രാഷ്ട്രീയ സിദ്ധാന്തം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ജീവിതത്തിലെ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. There are the several advantages for the study of political theory. ഇപ്പോൾ പൊളിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറയാം. The political theory analyze the values like liberty, equality and justice. ഇപ്പം രാഷ്ട്രീയ ജീവിതത്തിലെ മൂല്യങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്, സമത്വമുണ്ട്, നീതിയുണ്ട് എന്നിവയെ കുറിച്ചിട്ടുള്ള എല്ലാം തന്നെ നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തം എന്ത് ചെയ്യുന്നു, ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ആ പരിഗണന, അല്ലെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, മുന്നിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. It is also analyze the meaning and the importance of the several related concepts. കൂടാതെ ഇവയുടെ മറ്റു ബന്ധപ്പെട്ട സങ്കല്പങ്ങളുടെ അർത്ഥങ്ങളും കാര്യങ്ങളും പ്രാധാന്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് വിശദീകരിക്കാൻ സാധിക്കുന്നു. It examines how the liberty and equality prevail in the places like a school, a shop, a bus, a train and the government offices, which are always related to the daily life of the people. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാലയങ്ങൾ, കടകൾ, ബസ്സുകൾ, അതുപോലെ തന്നെ നമുക്ക് ട്രെയിനുകളുണ്ട്, അതുപോലെ ഗവൺമെൻറ് ഓഫീസുകളുണ്ട്. എന്നീ എല്ലാ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യങ്ങളുണ്ട്, സമത്വമുണ്ട്. എത്രമാത്രം നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് പറയാൻ സാധിക്കുന്നു. The political theory examines how the present institutions like the government and the bureaucracy, also the method of the policy formation should be changed to make more democracy. ഇപ്പം നിലവിലുള്ള സ്ഥാപനങ്ങളെ നോക്കിക്കഴിഞ്ഞാലും, ഗവൺമെൻറ്റുകൾ, ബ്യൂറോക്രസി തുടങ്ങിയിട്ടുള്ള നയസമ്പ്രദായങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ജനാധിപത്യമാണെന്നും എങ്ങനെയൊക്കെ ഭേദഗതി ചെയ്യണമെന്നും നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തം കൃത്യമായിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്.
The ultimate aim of the political theory is to train the citizen to think reasonably about the political problems and to evaluate the contemporary political developments. രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് നോക്കുമ്പോൾ യുക്തിപരമായിട്ട് ചിന്തിക്കുവാനും സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ കൂടുതൽ വിലയിരുത്തുവാനും പൗരന്മാരെ പരിശീലിപ്പിക്കുക എന്നതാണ് രാഷ്ട്രീയ സിദ്ധാന്തം പരിശോധിക്കുന്നത്. ഇനി അടുത്ത ഹെഡിങ്, വാട്ട് ഡു വി സ്റ്റഡി ഇൻ പൊളിറ്റിക്കൽ തിയറി? രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ നാം എന്തൊക്കെയാണ് പഠിക്കുന്നത്? We see around us the movements, the development and changes. പ്രസ്ഥാനം, വികസനം എന്നിവയിൽ നിന്നുള്ള മാറ്റങ്ങളാണ്. The ideas like democracy, അതുപോലെ തന്നെ എന്താണ് ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി ആർ ദ എക്സാമ്പിൾ ഓഫ് ദിസ്. ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം എന്നിവയെല്ലാം തന്നെ നമുക്ക് ഇതിനൊരു ഉദാഹരണമാണെന്ന് പറയാൻ സാധിക്കുന്നു. To protect this the values, different states have the enshrined them in their constitutions. ഇത്തരം മൂല്യങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് പല രാജ്യങ്ങളും അവയെ തങ്ങളുടെ ഭരണഘടനയിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. The India and the American Constitution are example of this. നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയും അമേരിക്കയിലെ ഭരണഘടനയും നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം തന്നെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിയറി അല്ലെങ്കിൽ രാഷ്ട്രീയ സിദ്ധാന്തത്തിന് ഒരു ഉദാഹരണമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The idea of the political theories emerged through the debate and the studies made by the several thinkers from the time to time. അനേകം ചിന്തകര് കാലാകാലങ്ങളിൽ നടത്തിയ ചർച്ചകളിലൂടെയും പഠനങ്ങളിലൂടെയുമാണ് രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നത്. The theories and principles of philosophers like the Kautilya, Aristotle and to the Rousseau, Marx, Gandhiji, Dr. B.R. Ambedkar, they helped in the development of the political theory. കൗടില്യൻ, അരിസ്റ്റോട്ടിൽ മുതൽ റൂസോ വരെയുള്ള മാർക്സ്, ഗാന്ധിജി, ഡോക്ടർ ബി.ആർ. അംബേദ്കർ തുടങ്ങിയ ചിന്തകന്മാരുടെ എല്ലാ ആശയങ്ങളും സിദ്ധാന്തങ്ങളും നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ വളർച്ചയെ സഹായിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. Even the 5th century BC, the Plato and Aristotle discussed with the students whether the monarchy or the democracy was the better. BC 5ാം നൂറ്റാണ്ടിൽ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും രാജവാഴ്ചയാണോ നമ്മുടെ ജനാധിപത്യമാണോ കൂടുതൽ മികച്ചതെന്നും ഉള്ള ചോദ്യം അവരുടെ ശിഷ്യന്മാരിലേക്ക് ചർച്ച ചെയ്യുകയുണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. In the modern period, it was Rousseau who the first argued that the freedom is the fundamental right of the mankind. His the declaration that man is a born free influenced the whole world. ആധുനിക കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാനവരാശിയുടെ മൗലിക അവകാശമാണെന്ന് ആദ്യമായി വാദിച്ചതാണ് റൂസോ എന്ന് പറയുന്ന വക്താവ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. The Karl Marx argued that the equality is also important as a liberty. സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ സമത്വം എന്ന് മാർക്സിൻ വാദിക്കുകയുണ്ടായി. India also has given the valuable contribution to the development of the political theory. രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ വളർച്ചയ്ക്ക് അമൂല്യമായിട്ടുള്ള സംഭാവനകളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഡിസ്കസ്ഡ് ദ മീനിങ് ഓഫ് ദ റിയൽ ഫ്രീഡം ഓഫ് സ്വരാജ് ഇൻ ഹിസ് ബുക്ക് ഹിന്ദു സ്വരാജ്. അവിടുന്ന് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഗാന്ധിജിയുടെ ബുക്കിന്റെ പേര് ഹിന്ദു സ്വരാജ് എന്നുള്ളത് 1 മാർക്കിന് ചോദിക്കും. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അഥവാ സ്വരാജിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജി തന്റെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത് എന്താണ്, യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടും സ്വരാജിന്റെ അർത്ഥം എന്താണ്, ഇതെല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ നമുക്ക് എന്താണ് കവർ ചെയ്ത് പോകാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ.